IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പ്രതി സുഗാന്തിനെ റിമാൻഡ് ചെയ്തു. അടുത്ത മാസം 10 വരെയാണ് റിമാൻഡ് ചെയ്തത്. വിശദമായി ചോദ്യം ചെയ്യാൻ പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. പെൺകുട്ടിയുമായി പ്രതി സുഗാന്ത് നടത്തിയ ടെലഗ്രാം ചാറ്റിലെ വിവരങ്ങളാണ് കേസിലെ നിർണായക തെളിവായി മാറിയത്. കേസിൽ സുഗാന്തിനെ വഞ്ചൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 4 റിമാൻഡ് ചെയ്തത്. ജൂൺ 10 വരെയാണ് സുഗാന്തിന്റെ റിമാൻഡ് കാലാവധി. പേട്ട പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യലിന് വേണ്ടി സുഗാന്തിനെ കസ്റ്റഡിയിൽ വാങ്ങും. പ്രതി സുഗാന്തുമായിട്ടുള്ള ടെലിഗ്രാം ചാറ്റിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതാണ് നിർണായക തെളിവായത്. യുവതി മരിക്കുന്നതിന് മുന്നേ സുഗാന്തുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് സന്ദേശങ്ങൾ. സുഗാന്ത് നിരന്തരം പെൺകുട്ടിയെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചിരുന്നു. പെൺകുട്ടി ആത്മഹത്യ ചെയ്ത ദിവസം മൊബൈൽ റിക്കവർ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ പെൺകുട്ടിയുടെ ഫോൺ നശിച്ചു. എന്നാൽ സുഗാന്തിന്റെ ഐഫോണിലെ ഡാറ്റയിൽ നിന്നുമാണ് വിവരങ്ങൾ കണ്ടെത്തിയത്. സുഗാന്ത് എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് ചാറ്റ് തുടങ്ങുന്നു. തുടർന്ന് എനിക്ക് ഭൂമിയിൽ ജീവിക്കാൻ താല്പര്യമില്ല എന്ന് യുവതി മറുപടി നൽകി. നീ മരിച്ചാൽ മാത്രമേ എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ സാധിക്കുകയുള്ളൂ. സുഗാന്ത് യുവതിയെ പ്രകോപനപ്പെടുത്തുന്നു. നിരന്തരം ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുകയും ചെയ്തു. ഫെബ്രുവരി 9 നടന്ന സംഭാഷണത്തിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സുഗാന്തിന്റെ ടെലഗ്രാം ചാറ്റ് ഡിലീറ്റ് ചെയ്തെങ്കിലും പോലീസ് വീണ്ടെടുക്കുകയായിരുന്നു. ഫോൺ വീണ്ടും പോലീസ് വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. മാർച്ച് 29 IB ഉദ്യോഗസ്ഥയായ പത്തനംതിട്ട സ്വദേശിനി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. ജനം, തിരുവനന്തപുരം.